ദുബായിൽ ഷെയറിംഗ് താമസത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ വരുന്നു. താമസ കേന്ദ്രങ്ങളും മുറികളും പങ്കിടുന്നത് വ്യവസ്ഥാപിതമാക്കുന്നതിനായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുതിയ നിയമം പ്രഖ്യാപിച്ചു. നിയമലംഘകർക്ക് 500 മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് പിഴ. ഒന്നിലധികം കുടുംബങ്ങൾ ചേർന്നോ ബാച്ചിലർമാരും കുടുംബങ്ങളും ചേർന്നോ ഒരേ ഫ്ളാറ്റിൽ താമസിക്കുന്നതിന് പ്രത്യേകം അനുമതി ആവശ്യമാണെന്ന് നിയമം വ്യക്തമാക്കുന്നു. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക ലൈസൻസോ അനുമതിയോ ഇല്ലാതെ ഒരു കെട്ടിടവും താമസത്തിനായി ഷെയർ ചെയ്യാൻ പാടില്ല. ഫ്ളാറ്റ് ഉടമയുടെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ വാടകക്കാരൻ മറ്റൊരാൾക്ക് റൂമോ ബെഡ് സ്പേസോ വാടകയ്ക്ക് നൽകുന്നതും കുറ്റകരമാണ്. ഒരു മുറിയിൽ നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നതിനും വിലക്കുണ്ട്. നിലവിൽ ഇത്തരത്തിൽ താമസിക്കുന്നവർക്ക് നിയമവിധേയമായ രീതിയിലേക്ക് മാറാൻ 1 വർഷത്തെ സാവകാശവും അനുവദിച്ചിട്ടുണ്ട്. ഷെയറിംഗ് റൂമുകൾ നിയമാനുസൃതമാക്കുക, നിലവാരം ഉറപ്പാക്കുക, എല്ലാവർക്കും മികച്ച താമസാന്തരീക്ഷം ഒരുക്കുക, അമിതമായ ആളുകളെ താമസിപ്പിക്കുന്നത് തടയുക തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 1 വർഷത്തേക്ക് നൽകുന്ന പെർമിറ്റ് ഓരോ വർഷവും പുതുക്കണം. 2 വർഷത്തെ പെർമിറ്റിനും കെട്ടിട ഉടമകൾക്ക് അപേക്ഷിക്കാം. ഉടമയ്ക്കോ ലൈസൻസ് ഉള്ള സ്ഥാപനത്തിനോ മാത്രമേ താമസ യൂണിറ്റ് വാടകയ്ക്ക് നൽകാൻ അനുവാദമുള്ളൂ. വാടകക്കാർക്കോ മറ്റ് കക്ഷികൾക്കോ അതിന്റെ ഏതെങ്കിലും ഭാഗം സബ്ലീസ് ചെയ്യാൻ അനുവാദമില്ല. നിയമലംഘകർക്ക് 500 മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. കുറ്റം ആവർത്തിച്ചാൽ 10 ലക്ഷം ദിർഹം വരെ പിഴ ഈടാക്കും. UAEയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഇത്തരം ഷെയറിംഗ് റൂമുകളെയാണ്. താമസ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് പലർക്കായി വിഭജിച്ച് നൽകുന്ന പ്രവാസികളും നിരവധിയാണ്. ന്യായമായ വാടക രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ദുബായിയുടെ റിയൽ എസ്റ്റേറ്റ് വിപണിയെ സുസ്ഥിരവും ആകർഷകവുമായി നിലനിർത്തുന്നതിനു വേണ്ടിയാണ് പുതിയ നിയമമെന്ന് അധികൃതർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദുബായ്.